ഷിർക്കിനെതിരെ അമ്പിയാക്കൾ യുദ്ധം ചെയ്തു എന്ന വാദം നിരർത്ഥവും 100% വിഡ്ഢിത്തവുമാണ് എന്ന് ഞാൻ വീണ്ടും ഈ ക്ലാസ്സിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് 100% തോന്നിയാസാണ്. അമ്പിയാക്കൾ ഷിർക്കിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. അമ്പിയാക്കൾ യുദ്ധം ചെയ്തത് തുഗ്യാനെതിരെയാണ്. മുട്ടാളത്തരം അവിടെ വിടൂല, മുട്ടാളത്തരം വിടൂല. അസ്ഹാബികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഷിർക്കിൽ മനുഷ്യൻ പറഞ്ഞാണ്. ഇനിയൊരു മനുഷ്യനെ വാള് കാട്ടിയിട്ട് ഓനെ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ട് ഓൻ്റെ മനസ്സിൽ എന്തുണ്ടാവില്ല? തൗഹീദ് ഉണ്ടാവില്ല. ഒരുത്തൻ വാള് കാട്ടിയപ്പോൾ ഷിർക്ക് പറഞ്ഞുപോയി, അതുകൊണ്ട് തൗഹീദ് നഷ്ടപ്പെടില്ല. ഒരാൾ തോക്ക് ചൂണ്ടിയിട്ട് ഷിർക്ക് പറയാനറിഞ്ഞു, അപ്പോൾ ഷിർക്കാണ് പറഞ്ഞു. പണസം ഒന്നല്ല അറിഞ്ഞു, അതുകൊണ്ട് പണസം 4 ആണ് 3 ആണ് 10 ആണ് അറിഞ്ഞു, അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇപ്പം വെക്കും വെട്ടിയാറും. ദൈവം ഒന്നല്ല എന്ന് പറയാറും, അവൻ പറഞ്ഞു, അതുകൊണ്ട് തൗഹീദ് പോകുമോ? ഇപ്പൊ വെച്ച അല്ലാഹു ഏകനാന്ന് അറിയാറും, അതുകൊണ്ട് തൗഹീദുള്ളവനാവും. അയ്യയ്യേ. അപ്പൊ ആയുധത്തുമ്മൽ കളിക്കേണ്ടതല്ല തൗഹീദും ഷിർക്കും. അമ്പിയാക്കൾ അങ്ങനെ കളിച്ചിട്ടില്ല. എന്നാൽ മുസ്തഫ നബി സ്വഹാബത്തിനോട് പറഞ്ഞാണ്, എന്നെ പിടിച്ചോളിട്ടോ, എന്നെ പിടിച്ചോളി, എന്നെ സ്വഹാബത്ത്. അതന്നെ ഷെയ്ഖ് പറയുന്നത്. പക്ഷെ പായണം, നിങ്ങൾക്ക് ഒന്നമാരിയുടെ കടന്നോളിയും പറ്റൂല. ഏറ്റവും ചുരുങ്ങിയത് മനസ്സുകൊണ്ടെങ്കിലും ഭയണം. എല്ലാ മണ്ണും ഒരുപോലെയല്ല. ചില മണ്ണിന് ചില കർമ്മങ്ങൾ ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മനസ്സെല്ലാവർക്കും ഒരുപോലെ ഇരിക്കും. മനസ്സിലായില്ല? എല്ലാവരും മനസ്സൊന്ന, സ്വഹാബത്തിലൊക്കെ മനസ്സൊന്ന, നന്നാകണം, രക്ഷപ്പെടണം, നേതാവിനെ അനുസരിച്ച് പോകണം. പക്ഷേ നബി ചെയ്തത്ര സിദ്ദീഖുൽ അക്ബറിനെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ, ഉമർ ഇബ്നു ഖത്താബിനെ ചെയ്യാൻ കഴിഞ്ഞു, ഉസ്മാൻ ദിന്നൂറിനെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ, അലി ഇബ്നു അബി ത്വാലിബിനെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആയിക്കോട്ടെ. ഒരു സഹാബിയുടെ ഭാര്യ റസൂലുള്ളാഹിന്റെ അടുത്ത് വരും. സഹാബി പറയും, നബിയെ ഇതിൻ്റെ ഭർത്താവാണ്, എന്താ ചെയ്യുക? ഉരുട്ടി വിളിക്കണം സുബൈക്ക്. മനസ്സിലായില്ല? ഉരുട്ടി വിളിച്ചാലേ എണീക്കുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഭർത്താവ്. ആരാണ് ഈ ഭർത്താവ്? സ്വഹാബ്. പറയാ ആര്? അപ്പൊ അക്കാലത്തുണ്ടട അതൊക്കെ. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ മണ്ണ് പല സൈസാണ്. ചിലരും മനുഷ്യന്മാർക്ക് ഉറക്കം തന്നെ വരില്ല. ഉറക്കമില്ല. രാത്രി 1 മണി 2 മണി 3 മണി 4 മണി 5 മണി വണ്ടി ഓടിക്കുക. ചില ആളുകൾ ഡ്രൈവർ സീറ്റിലാണ് ഇരുന്നാൽ ഉറക്കം വരില്ല. അങ്ങനെ വണ്ടി ഓടിക്കും. അതേ സമയത്ത് വണ്ടി നിർത്തി കടന്നാൽ അടുത്തൊന്നും പോലെ കാക്കണ്ട, പിന്നെ ഒരു ചവിട്ടി അറിയില്ല. മാഷ് സലാമാക്കുന്നതൊക്കെ സലാമ വണ്ടി ഓടിക്കുമ്പം ഉറക്കം വരാത്ത ഒരാളാണ്. അത് നല്ലൊരു ഗുണം. അള്ളാഹു തആല അങ്ങനത്തെ ഗുണങ്ങളൊക്കെ നിലനിർത്തട്ടെ. വണ്ടി നിർത്തി അതൊക്കെ മനുഷ്യന്മാർ പല സ്വഭാവമാണ്. പക്ഷെ മനസ്സെല്ലാവർക്കും ഒന്നാണ്. എല്ലാവർക്കും ഈ സ്വഹാബിക്കും പഠിച്ചവനെ നേരത്തെ എണീറ്റിട്ട് തഹജ്ജുദ് പള്ളി ഓടണം എന്നൊക്കെയുള്ള പൂതി ആർക്കുണ്ട്? ഈ സ്വഹാബിക്കുണ്ടാവും. പക്ഷെ മണ്ണ് പല സൈസാണല്ലോ. സിദ്ദീഖുൽ അക്ബറിന്റെ കാര്യം ആലോചിച്ച് ഈ സ്വഹാബിക്കാരിയും പഠിച്ചോനെ എനിക്ക് അങ്ങനെ ആകാൻ കഴിയണില്ലല്ലോ. അപ്പൊ അവർ എന്തിൽ യോജിച്ചു? മനസ്സിൽ ഹാലാസ് മതി, കഴിയണേ ചെയ്തോ. അവിടെ കൊന്നാണ്. നന്നായ നിനക്ക്, ഞാൻ നന്നായ എനിക്ക്, അത്രയേ ഉള്ളൂ. അതിൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൽ ഒരാളുടെ ഭാരം വഹിക്കണ പ്രശ്നേ ഇല്ല. പിന്നെ ഇപ്പം എന്താണ്? അവരെ കൂടെ ഓടിയപ്പോൾ അവരത്ര ഓടാൻ കഴിഞ്ഞില്ല, അപ്പോൾ കരഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് പറയും? സാരല്ല, നിങ്ങൾക്ക് അങ്ങനെയാകാം. ഉദാഹരണം 1 2 3 4 5 6. നമ്മൾ 6 ആളുകൾ 50 കിലോൻ്റെ നെല്ലും ചാക്കും കൊണ്ട് ഇവിടുന്ന് കൂളിമാട്ടിക്ക് പോവുക. 1 2 3 നെല്ലും ചാക്കൊക്കെ കെട്ടി 50 കിലോൻ്റെ ചാക്കാണ്. 1 2 3 4 5 6 പോവാ. അങ്ങനെ പോയപ്പോൾ എന്ത് ചെയ്തു? പോയി അങ്ങോട്ട് എത്തിയപ്പോൾ കുറേയാണ്ട് പോയപ്പോൾ എനിക്ക് വെയ്യാതായി സങ്കല്പിക്ക്. കായത്തൊക്കെ ഉളുക്കി വെയ്യാതായി. അപ്പം എൻ്റെ മുന്നിൽ നിങ്ങളുണ്ട്. നിങ്ങൾ നല്ല ജെന്റിൽമാൻ, അമല ഫയൽമാൻ, കരുത്തുള്ള. നിങ്ങളെന്ത് പറഞ്ഞു? അയാളത്തോളാം. നിങ്ങളതിന് നെല്ല് താഴത്തേക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്തെന്നറിയോ? നിങ്ങൾ അതിനാണ് ഭാര്യ. ഒരു 10-15 കിലോ നിങ്ങളാണ് ഭാര്യ. നിങ്ങളെ ചാക്ക് കിട്ടും. ധൈര്യമായിട്ട് പോയി. നിങ്ങൾക്ക് ഇനിയൊരു 10 കിലോനും കൂടി എടുക്കാവുന്ന ആളുമാണ് എങ്കിൽ ഞാൻ നിങ്ങളെ മുന്നിൽ കരഞ്ഞു, എനിക്ക് കഴിയണില്ല. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ കൂടിയപ്പോൾ ഒരു സഹകരണം ഉണ്ടായി.
അങ്ങനെ ഷെയ്ഖ് ചെയ്തേക്കാം, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. കാരണം ഷെയ്ഖ് അതിന് മാത്രം കയ്യുണ്ടാവും, ഇയാളാകട്ടെ കരയും ചെയ്യുന്നുണ്ട്, എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഓക്കെ എന്നാ ചോദിച്ചാറണ്ട. അപ്പോൾ ഇതിൻ്റെ ബാധ്യത ഉണ്ടല്ലോ അവിടെ തമ്മിൽ എന്ത്. അപ്പോൾ 4 ആൾ കൂടിയാണ് എന്ത് പറഞ്ഞു, നമുക്ക് കൊണ്ടതാണ് ഊരി വെക്കുക. അപ്പോൾ എല്ലാവരും ഊരി വെച്ചു. അതൊരു സഹകരണ. ലോനെ കൂട്ടക്കൊണ്ട് ആ 50 കിലോൻ്റെ കൂലി അവന് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ആ 50 കിലോ നെല്ല് കൂലിമാട് എത്തിച്ച എത്ര 500 റുപ്യ എടുക്കും, 500 റുപ്യ കൊടുത്തു. അത് സഹകരണമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ ഒരാൾ മറ്റൊരാളെ ഭാരം ഏറ്റെടുക്കുന്ന പരിപാടി ഇസ്ലാമിൽ ഇല്ല. റസൂലിനെ അയക്കാത്തൊരു ജനതയെയും നാം ശിക്ഷിക്കുകയില്ല. ഒരു ജനതയെ നാം ശിക്ഷിക്കണമെങ്കിൽ അവർക്ക് റസൂൽ വേണം. അതായത് എന്താ റസൂൽ ചെയ്യേണ്ടത്? റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി മുബയ്യിനാത്തിൻ ലിയുഖ്രിജൽ ലദീന ആമനു മിനൽ ദുലുമാത്തി. ഏതാ സൂറത്ത്? വറസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി ഏതാണ് ആയത്ത്? ഏതാ സൂറത്ത്? വറസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാ. ഏതാണ് സൂറത്ത് മുഹമ്മദ് ആണോ നോക്കണേ. ചിലപ്പോൾ സൂറത്ത് മുഹമ്മദ് ആയിരിക്കും. നോക്ക്. റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി മുബയ്യിനാത്തിൻ. ഏതാ സൂറത്ത് നോക്ക്. എന്താണ് റസൂൽ ചെയ്യേണ്ടത്? എന്താ റസൂലിന്റെ ഉത്തരവാദിത്തം? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. സൂറത്ത് മുഹമ്മദ് അല്ലേ മോനെ? സൂറത്ത് മുഹമ്മദ് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ നോക്കിക്കളി. റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി മുബയ്യിനാത്തിൻ. തലാഖ. മാഷാ അല്ലാഹ്. എത്രാമത്തെ ആയത്താ? 11. റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ല. എന്താ റസൂൽ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതിത്തരണം. മുബയ്യിനാത്തിൻ, എന്നത് വ്യക്തമാക്കി തരണം. ആ ആയത്തുകളെ വ്യക്തമാക്കി തരിക. അല്ലാതെ നിങ്ങളെ കഴുത്തിൽ കയറിട്ടിട്ട് നിങ്ങളെ നന്മ ചെയ്യിപ്പിക്കേണ്ട ബാധ്യത ആർക്കില്ല? റസൂലിനില്ല. ആ ചെയ്യ നന്മ ഏകദൈവ വിശ്വാസിയേക്കോ ഇല്ലെങ്കിൽ ഇപ്പൊ വെട്ടും, അപ്പറേണ്ട ബാധ്യത ഇല്ല. അങ്ങനെ ഒരു റസൂൽ വെട്ടിയിട്ടില്ല. അങ്ങനെ ആകുകയാണെങ്കിൽ മനുഷ്യൻ സ്വതന്ത്രനുമല്ല. മനസ്സിലാവണ്ട പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനാവുക എന്ന് പറഞ്ഞാൽ അവന് ഈ ലോകത്ത് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും, നന്മ വിശ്വസിക്കാനും തിന്മ വിശ്വസിക്കാനും അല്ലാഹു തആല സ്വാതന്ത്ര്യം കൊടുത്തു. ഞാൻ അതിൻ്റെ ലാഭാണ് അവിടെ. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. മസ്റഅ നിനക്കുണ്ട്. കൃഷി ചെയ്താൽ കൊയ്യും, ഇല്ല കൊയ്യൂല. കൃഷിസ്ഥലം നിനക്കുണ്ട്. മനസ്സിലാവണ്ട പറഞ്ഞത്? 10 ഏക്കർ കൃഷിസ്ഥലമുണ്ട്. കൃഷി ചെയ്താൽ വിളവ് നേടും, ഇല്ലേ തരിശയോടെ കിടക്കും, കുടുങ്ങും, എല്ലാവരും തിന്നുപോകും, വലിയ ഒന്നുമില്ലാതെയാവും. അപ്പൊ റസൂലിന്റെ ഉത്തരവാദിത്തം എന്തേ ഉള്ളൂ? കാര്യങ്ങളെ വ്യക്തമാക്കി തരിക, നിർബന്ധിക്കലല്ല. പിശാചിനും നിർബന്ധിക്കലില്ല. ഇല്ല അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ. നിങ്ങളെ തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കരുത്തിന്റെ അധികാരമൊന്നും എനിക്ക് ഇല്ല, റസൂലിനും ഇല്ല. മനസ്സിലാണ്ട്? വളരെ ഇതൊക്കെ ചിന്തിക്കണം. പുണ്യ റസൂൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. സമൂഹം പല നിലക്ക് പോവും. ഞാൻ ചില ആളുകൾ തെറ്റ് വിശ്വസിക്കും, തെറ്റ് ചെയ്യും. അവരെയും മാനുഷികമായ പരിഗണനയിൽ നമ്മൾ കൂട്ടണം. മാനുഷികമായ പരിഗണന അവർക്കൊക്കെ ഉണ്ടാവണം. അവർ പാവങ്ങളാണ്, അവർക്ക് അറിവില്ല. അപ്പൊ അറിവുള്ളവർ അവരോട് ക്ഷമിക്കണം. അത്രയേ ഉള്ളൂ. തന്നെ ചിന്തിക്കണം. ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വം അവർക്ക് മനസ്സിലാവണം. മേൽപ്പത്തൂർ നമ്പൂതിരിനെ കാണാൻ വേണ്ടി നാറാണത്ത് ഭ്രാന്തൻ വന്ന ഒരു കഥയുണ്ട്. അപ്പോ നമ്പൂതിരിയെ കാണാൻ വേണ്ടി വന്നു. എൻ്റെ ഓർമ്മയെന്ന് പറയാൻ കേട്ടോ. അപ്പോ കാണാൻ വന്ന് എന്താണ്, നമ്പൂതിരി പൂജാമുറിയിൽ പിന്നാലിന്ന വിഗ്രഹത്തിനെ പൂജിക്കുകയാണെന്ന് പറഞ്ഞു.
അപ്പോൾ നാറാണത്ത് പ്രാന്തൻ്റെ കയ്യിൽ ഒരു കോലുണ്ട്, ഒരു കമ്പുണ്ട്. ആ കമ്പുകൊണ്ട് നാറാണത്ത് പ്രാന്തൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ കുഴിച്ചു. പിന്നെയും കുറച്ച് കഴിഞ്ഞ ശബ്ദം മരടനക്കി. അപ്പം വീണ്ടും അവിടുന്ന് അത്തോലിറങ്ങി വന്നു. അവർ മറ്റൊരു വിഗ്രഹത്തെ, ഇന്നാലും വിഗ്രഹത്തിൻ്റെ പേര് പറഞ്ഞു, അവർ അതിനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നാറാണത്തെ പ്രാന്തൻ ഒന്ന് എണീറ്റിട്ട് അപ്പുറത്തേക്ക് ഇരുന്നു, പിന്നെയും കുത്തി കുഴിച്ചു. അങ്ങനെ പിന്നെയും മരടനക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്തോല് വന്നു, മറ്റൊരു വിഗ്രഹത്തിൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞു. അതിനനുസരിച്ച് നാറാണത്തെ പ്രാന്തൻ ഒന്ന് എണീറ്റിട്ട് അപ്പുറത്തേക്ക് ഇരുന്നിട്ട് കുത്തി കുഴിക്കും. പൂജകളൊക്കെ കഴിഞ്ഞ് നമ്പൂതിരി പുറത്തു വന്നപ്പോൾ എന്താ നാറാണ മുറ്റൊക്കെ നാശാക്കിയല്ലോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്നെ അവിടുന്ന് പിന്നെ പൂജ മാറുന്നതിനനുസരിച്ച് ഞാൻ മാറിയിരുന്ന് കുഴിച്ചു പോയതാണ്. ഇപ്പം തോന്നുകയാണ് ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചാൽ വെള്ളം കാണുമായിരുന്നു. മനസ്സിലായില്ല? മാറിയിരിക്കേണ്ടിയിരുന്നില്ല, ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കുഴിച്ചാൽ മതിയായിരുന്നു, എന്നാലത് വെള്ളം കാണിരുന്നു എന്ന് ഇപ്പോൾ അടിയന് തോന്നുകയാണ് എന്ന് പറഞ്ഞു. ഇത് തൗഹീദ. ഇതാണ് തൗഹീദ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അതൊരു ബോധന. ഈ ബോധന നൽകുക, ഇതേ ബാധ്യതയുള്ളൂ. ഭയങ്കര ചിന്തക്ക് ഭയങ്കര. അവരൊക്കെ ആരായിരുന്നു പഠിച്ചവനറിയാം, എനിക്കറിയില്ല. അവരൊക്കെ ആരായിരുന്നു എനിക്കറിയില്ല. അല്ലാഹുവായാലും നമുക്കൊന്നും ഒരു വിവരമില്ല, ഒന്നും അറിയില്ല. ഇത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയൂല, നമുക്കറിയൂല. പറയി പറ്റ പന്തിരികുലത്തിൽപ്പെട്ട എന്താണ് അവർ. ഓരോ കുട്ടികളെ ഓരോരുത്തർക്ക് കിട്ടി അങ്ങനെ ആവുകയാണ്. വരരുചി മഹർഷി ഒരു അടിയ സ്ത്രീയെ കല്യാണം കഴിക്കുക, അങ്ങനെയാണ്. എന്നിട്ട് കൊണ്ടു നടക്കും. ഗർഭിണിയാവുമ്പോൾ കാട്ടിൽ പോയി പ്രസവിക്കാൻ പറയും. പ്രസവിച്ചാൽ ഉടനെ മഹർഷി ഇങ്ങനെ വിളിച്ചു ചോദിക്കും, വായു കീറിയിട്ടുണ്ടോ? അപ്പോൾ പറയും, ആ വായു കീറിയിട്ടുണ്ട്. എന്നാ പോര് ദൈവം നോക്കിക്കോളും. ഇതല്ലേ തവക്കുല്? ഇതല്ലേ തവക്കുല്? മനസ്സിലായ? അതായത് പ്രസവിച്ച് കഴിഞ്ഞു. അപ്പോൾ കുറ്റിക്കാട്ടിന് അപ്പുറത്ത് പ്രസവിക്കും ഭാര്യ, അടിയത്തിപ്പെണ്ണ്. അതാണ് ഭാര്യ. ഒരു ശാപം ഏൽക്കാണ് വരരുചി മഹർഷിക്ക്. ആ ശാപത്തിൻ്റെ കാരണത്തിലാണ് ഈ അടിയപ്പെണ്ണിനെ കെട്ടേണ്ടി വരുന്നത്. അങ്ങനെയാണ് ചരിത്രം, ഐതിഹ്യം അങ്ങനെയാണ്. ഞാൻ ഐതിഹ്യത്തിന് പറയാം. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുന്നറിയോ, പിന്നെ ഗർഭിണിയാവുമ്പോൾ എന്ത് ചെയ്യും, പ്രസവിക്കാൻ വേണ്ടി കുറ്റിക്കാട്ടിലേക്ക് നേരായി കഴിഞ്ഞാൽ അപ്പുറത്ത് പോയി പ്രസവിച്ചോന്നറിയും. അപ്പോൾ കുറ്റിക്കാട്ടിൻ്റെ അപ്പുറത്ത് പോയിട്ട് പ്രസവിക്കും. പുറത്ത് മഹർഷി ഇങ്ങനെ കാത്തു നിൽക്കും, ഇനിയും യാത്ര ചെയ്യണം രണ്ടാക്കും. അപ്പോൾ ചോദിക്കും, പ്രസവം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. വായ കീറിയിട്ടുണ്ടോ? വായ കീറിയിട്ടുണ്ട്. ഓ എന്നാ പോര്, ഇനി ദൈവം നോക്കിക്കോളും. വായ കൊടുത്തവൻ ഭക്ഷണം കൊടുക്കും. ഇതല്ലേ അള്ളാഹുവിന്റെ വിശ്വാസം? എന്താണ് വിശ്വാസം? എനിക്കതിനെ പറ്റിയൊന്നും അറിയൂല. അല്ലാഹുവായാലും എനിക്കറിയില്ല. എൻ്റെ റബ്ബിനറിയും, എനിക്കറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരണം എന്തെന്നാൽ എൻ്റെ ഇത് പറയാനുള്ള കാരണം എനിക്ക് മനസ്സിലായില്ല. എന്താ ഇപ്പം പറയാമത് കാരണം? അതെ നമ്മൾ പറയാം, തൗഹീദ് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. തൗഹീദ് ഇതിപ്പോൾ എന്താ ഈ പറഞ്ഞ വാക്കിൻ്റെ താല്പര്യം? ഇന്നിപ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ പറഞ്ഞത്. എന്ത്? നിങ്ങൾക്ക് ഒരാൾ തൗഹീദിലായാലോ പ്രപഞ്ചത്തിനാകെ സന്തോഷമായിരിക്കും. മറ്റത് അവൻ്റെ തെറ്റാണ്. ഉദാഹരണം, ഒരു നല്ല മനുഷ്യൻ തൗഹീദ് പറഞ്ഞ ഭയങ്കര സത്യമാണ്, ഏകദൈവ വിശ്വാസം 100% സത്യമാണ്. അതാണ് സത്യം, അതിനപ്പുറം സത്യമില്ല. പക്ഷെ ആ സത്യമില്ലാത്ത ജനതയെയും പൊറുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അവർക്കത് അറിവില്ല. അല്ലാതെ അവരെ മേൽ വാളുയർത്തേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. ഹിക്മത്തിൽ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പം നാറാണത്ത് ഭ്രാന്തൻ നമ്പൂതിരിക്ക് പറഞ്ഞു കൊടുത്തതുപോലെ അതൊരു ഹിക്മത്താണ്. ഹിക്മത്തോടെ പറഞ്ഞു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ പറഞ്ഞ? ഹിക്മത്ത് വേണം. അത് അത്ര. ബാക്കി നമുക്കറിയൂല. അല്ലാഹു അഅലം നമുക്കറിയൂല. അല്ലാഹു അഅലം അറിയില്ല, ഒന്നും അറിയില്ല. ഹരാസ്വർഗത്തിന് നമുക്കറിയില്ല. നമ്മളുണ്ടോ അറിയില്ല.
നമ്മൾ സ്വർഗത്തിലുണ്ടോ നമുക്കറിയോ? ഇല്ല. അല്ലാഹു അഅലം. അള്ളാഹു നമ്മളെ സ്വർഗസ്ഥരാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങളായ അടിമകളിൽ നമ്മളെല്ലാവരും ചേർത്ത് തരട്ടെ. അപ്പം ഇതൊക്കെ പറഞ്ഞതിൻ്റെ വാക്കിൻ്റെ താല്പര്യം ഞാൻ ഈ പറഞ്ഞതിൻ്റെ തുടക്കത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഖദ് അർളയത്തുൽ മൗലാ ബിനസ്റത്തി മുസ്തഫ. ഖദ് അർളയത്തും, നിങ്ങൾ തൃപ്തിപ്പെടുത്തിയല്ലോ, അൽ മൗലാ, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തിയല്ലോ, ബിനസ്റത്തി മുസ്തഫ, മുസ്തഫ നബിയെ നിങ്ങൾ സഹായിച്ചുകൊണ്ട് നബിയുടെ ശത്രുക്കളെയെല്ലാം നിങ്ങൾ വിഴുങ്ങി. അപ്പോൾ അള്ളാഹ്ക്ക് സന്തോഷമായി. ഒരു കാവ്യഭംഗിയാണത്. മനസ്സിലായില്ല? ഖബർ തൃപ്തിപ്പെടുത്തി. ആരെ? അള്ളാഹിനെ. എങ്ങനെ തൃപ്തിപ്പെടുത്തി? നബിയുടെ ശത്രുക്കളെയൊക്കെ ഖബർ എന്ത് ചെയ്തു? വിഴുങ്ങി. ഖദ് അർളയത്തുൽ മൗലാ ബിനസ്റത്തി മുസ്തഫ. അപ്പോൾ അവിടെ ജീവനുള്ള ഒരാളുടെ സ്ഥാനത്ത് ഖബറിനെ ഇറക്കുക. അവർ നിൽക്കത് ശരിയുമാണ്. മണ്ണാണെങ്കിലും ഉദാഹരണം മണ്ണ്, ജീവനില്ലാത്ത ഒന്നുമില്ല. എല്ലാത്തിനും ജീവനുണ്ട്, എല്ലാത്തിനും ബോധമുണ്ട്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹല. എല്ലാത്തിനുണ്ട്, എല്ലാം, എന്തുണ്ട്, എന്തും എന്ന് പറഞ്ഞാൽ എന്തും, എന്തിനെന്ന് ചോദിക്കണ്ട, എന്തും. ഒരു മനുഷ്യൻ ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് കേൾക്കുന്ന പരിസരത്തുള്ള കല്ലും മരവുമെല്ലാം, കല്ലും മരം എന്ന് പറഞ്ഞാൽ കല്ലും മരം എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം, കല്ല് മരം പോലും അയാൾക്ക് വേണ്ടി ആരാവും? അന്ത്യനാളിൽ സാക്ഷിയാവും. അയാൾ നേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണ് നേര്? അല്ലാഹു അക്ബർ, അവനാണ് വലിയവൻ. ഇതല്ലേ സത്യം? ആണോ അല്ലേ? ആണോ അല്ലേ? അതല്ലേ സത്യം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അവനാണ് വലിയവൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സത്യമാണത്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, സത്യമാണ്. ഹയ്യ അലൽ സ്വലാത്ത്, സത്യമാണ്. ഹയ്യ അലൽ ഫലാത്ത്, സത്യമാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അത് സത്യമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോൾ ഈ കല്ലും മരത്തിന് വരെ അല്ലാഹു തആല ബോധം കൊടുത്തിട്ടുണ്ട്. ഒക്കെ സാക്ഷിയാവും. ഞാൻ കേട്ടു, ഞാൻ കേട്ടു, ഞാൻ കേട്ടു, ഞാൻ കേട്ടു, എല്ലാം സാക്ഷിയാവും. അതന്ന് തുറന്ന് പറയും. ഇന്ന് അവ കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിനും പേടിക്കാതിരിക്കണ്ട, എല്ലാത്തിനും പേടിച്ചോ. എല്ലാ സാധനങ്ങളും. അപ്പോൾ ഖബറ് എങ്ങനെ? അത് നല്ല ഒരു ഖബർ. പള്ളിശ്ശേരി ഞാൻ ഓതിയിരുന്ന കാലത്ത് 983 ആലസം മുസ്ലിയാർ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഖബർ കുഴിച്ചിട്ട് ഖബറിനെ കുഴിച്ചിരുന്നു. അങ്ങനെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ ദിവസവും യാസീനോടും, സ്വന്തം ഖബറിൻ്റെ അടുത്ത് യാസീനോട് പോയിട്ട് അവിടെ ഇരുന്ന് ഖുർആനോടും, ഖബറിൻ്റെ അടുത്തിരുന്ന ഖുർആനോടും. ആലസം മുസ്ലിയാർ നല്ല സൂഫിയാ മനുഷ്യനായിരുന്നു. അള്ളാഹു ഒരു ദർജയായിട്ട് കൊടുക്കട്ടെ. 983 എന്താണ് ആ കാലം. ആ വർഷം തന്നെ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. 82 83 മരിച്ചിട്ടുണ്ട്. ആലസം മുസ്ലിയാർ, പള്ളിശ്ശേരി ആലസം മുസ്ലിയാർ, കാളികാവ് അടുത്ത്. അവിടെ ഞാൻ ഒരു വർഷം ഓതിയിട്ടുണ്ട്. ആലസം മുസ്ലിയാർ ജീവിച്ചിരുന്ന കാലത്ത്. അത് സൂഫിയാണ്, ഭയങ്കര സൂഫിയാണ്. അപ്പം ആ മനുഷ്യൻ സ്വന്തം ഖബറിൻ്റെ അടുത്ത് പോയിട്ട്, മനസ്സിലാവേണ്ട പറഞ്ഞത്, ആ ഖബറിനെ സന്തോഷിപ്പിക്കുക, ഖബറിനെ സന്തോഷിപ്പിക്കുക. ആ മണ്ണിൻ്റെ സന്തോഷം. അവിടെ എന്തോതിയാൽ, ഖുർആനോദിയാൽ ഖബറിന് സന്തോഷം. ഇപ്പൊ ഗർഭിണികൾ വരുമ്പോൾ ഞാൻ ഗർഭിണികളോട് പറയാറുണ്ട്, ഖുർആൻ ഓതണം, ഉറക്കോടണം. എന്തിന്? കുട്ടികൾക്ക്. ആ കുട്ടി നന്നാവും. അല്ലാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ഉറക്കോതണം. അതായത് വാതിലടക്കുക, കുറ്റിയുടെ ഓത്. ഗർഭിണികൾ ഖുർആൻ ഓതേണ്ടത് വാതിലടച്ച് കുറ്റിട്ട് ഒറ്റ ഊത്ത്. അത് ഇങ്ങനെ ഓതരുത്. കുറച്ച് അതായത് അവളെ പരിസരത്തെങ്കിലും അത് കേൾക്കണം. അപ്പൊ ആര് കേൾക്കും? ഈ കുട്ടികൾക്കും. ആ കുട്ടിക്ക് ശുഊറുണ്ട്. എന്തിനു ശുഊറുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിസ്ഥാന ബോധം നൽകാത്ത ഒരു സാധനവും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാം അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. സുജൂദ് ചെയ്യും, സുജൂദ് ചെയ്യും. മരം സുജൂദ് ചെയ്യും, പുല്ലും വള്ളിയും സുജൂദ് ചെയ്യും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പോൾ ഖദറലൈതുൽ മൗലാ ബിനസ്റത്തി മുസ്തഫ, ഖദറലൈതും നിങ്ങൾ തൃപ്തിപ്പെടുത്തിയല്ലോ, അൽ മൗലാ നിങ്ങളുടെ റബ്ബിനെ, ബിനസ്റത്തി മുസ്തഫ മുസ്തഫ നബിയെ സഹായിച്ചുകൊണ്ട്.
എൻ്റെ നബിയുടെ ശത്രുക്കളെയൊക്കെ അഹങ്കാരവും കൊണ്ട് ആ ആളും പാട്ടയും കോപ്പും ആയുധക്കൂട്ടവും മുഹമ്മദിൻ്റെ തലയെടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് വീമ്പിളക്കി അഹങ്കാരികളായി മുട്ടാളന്മാരായി വന്നവരെ മുഴുവനും നിങ്ങൾ വയറ്റിൻ്റെ ഉള്ളിലാക്കിയില്ലേ. അപ്പം ആർക്കാണ് സന്തോഷം വന്നത്? അല്ലാഹുവിന്. ഇതൊക്കെ പ്രാസഭംഗികളാണ്, മനസ്സിലായില്ലേ? കാവ്യാത്മകതയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അല്ലാതെ ഇവർ സഹായിച്ചോന്നോ സഹായിച്ചില്ല എന്നൊന്നും അല്ല അപ്പം അതിൻ്റെ അർത്ഥം. അതായത് ആ മണ്ണിനും ഒരു സന്തോഷം ഉണ്ടാനും മണ്ണ് സന്തോഷിപ്പിച്ചിട്ടുണ്ട് ആരെ? അള്ളാഹുവിനെ. മണ്ണ് സഹായിച്ചിട്ടുണ്ട് ആരെ? നബിയെ സഹായിക്കാത്ത ആരാളുള്ളത്? നബിയെ സഹായിക്കാത്ത ആരുമില്ല. ആ സഹായത്തിൽ പങ്കാളിയായ ഇജു രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നബിയെ സഹായിക്കണം. എന്നത്തെ കാലത്ത് നബിയെ സഹായിക്കൽ എങ്ങനെയാണ്? നബിയുടെ ദീനിൻ്റെ തന്മയത്വം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക. അതൊരു ഭീകരവാദമാണെന്ന് തോന്നിപ്പിക്കരുത്. അതല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്ത്. ഇവിടെ റഹ്മത്തിനൊരർത്ഥം നുബുവത്ത് എന്നാണ്. അപ്പം നബിയുടെ നുബുവത്തിന് റഹ്മത്താണ്. അപ്പം നബിയുടെ എല്ലാ കാര്യവും റഹ്മത്താണ്. അല്ലാഹു തആല ഒന്നിലധികം കാര്യങ്ങൾ നബിക്ക് വേണ്ടി തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴെല്ലാം ഇല്ലഖ്താറ ഐസറഹുമാ, ആ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം മാത്രമേ നബി എന്ത് റഹ്മത്തുൽ ഖൗം, ജനങ്ങളുള്ള കരുണ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? അള്ളാഹു നബി നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാന്ന് പറയുമ്പോൾ നബി എന്തെടുക്കും? ഏറ്റവും എളുപ്പമുള്ള എടുക്കും, ഏറ്റവും അയത്നമായത് യത്നമില്ലാത്തത് എടുക്കും. റഹ്മത്തുൽ ഖൗമി പറ, ജനങ്ങളോടുള്ള റഹ്മത്ത്. അപ്പം നബിയുടെ നുബുവത്തിന് എന്താണ്? റഹ്മത്താണ്. അത് ശിദ്ദത്തായി കാണിക്കരുത്. വഹാബികൾ അത് ശിദ്ദത്തായി കാണിച്ചു. അവിടെ പ്രശ്നം. അല്ലാത്ത സുന്നി വഹാബി എന്നുള്ള പ്രശ്നം എവിടെയാണ്? മൗലിയന്മാര് എവിടെയാണ് സുന്നി വഹാബി പ്രശ്നം? പറഞ്ഞത് തവസ്സുൽ ഇസ്തിഗാസയിലോ? നിങ്ങൾ അത്ര ബാൽപ്പുണ്ടല്ലോ മൂല്യന്മാരെ. നിങ്ങളൊന്ന് അന്തത്തോടെ ആലോചിക്കും മൂല്യന്മാരെ. എന്താണ് വഹാബി സുന്നി പ്രശ്നം? മൗലൂദ് ഓതാത്തതോ? മൗലൂദ് ഓതൽ വാജിബുണ്ടോ? എന്തുണ്ടോ? പെണ്ണുങ്ങൾ ജുമാക്കുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ജുമാക്ക് വന്നാൽ ജുമാ നിസ്കാരം സഹിയാവുമെന്ന് ഫിഖിലില്ലേ? പോകാൻ വേണ്ടി പറയല്ല, ഇപ്പം നിസ്കരിക്കാനല്ലേ. ബുയൂത്തുന്ന ഖൈറുല്ലഹുന്ന, നിസ്കരിക്കാൻ നല്ലത് എവിടെയാണ്? അതേ സമയത്ത് ഒരു പെണ്ണ് ജുമാക്ക് വന്നാൽ ളുഹ്ർ നിസ്കാരം മടക്കണ്ടയില്ല എന്ന് ഫിഖിലില്ലേ? ഒരു പെണ്ണ് ജുമാക്ക് വന്നു എങ്കിൽ അവൾ ജുമാ നിസ്കരിച്ചാൽ അവൾ എന്ത് ചെയ്യേണ്ടയില്ല? പറയാ ളുഹ്ർ മടക്കണ്ടയില്ല. പക്ഷെ അവൾക്ക് നല്ലത് എന്താണ്? പറയാ വീട്ടിൽ എന്ത് ചെയ്യലാണ്? ളുഹ്ർ നിസ്കരിക്കലാണ് അഫ്ളല്. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. അതേ സമയത്ത് ആ പെണ്ണ് ജുമാക്ക് വന്നാൽ അത് ഖൈറിനെതിരാണ്, അല്ലാഹുവിന്റെ റസൂൽ പ്രേരിപ്പിച്ചതിനെതിരാണ്. ശരി. മാ അലിംതു അഹദൻ മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന യഹ്ളുർന ലാ ജുമഅതൻ വലാ ജമാഅ എന്ന് ഇമാമുന ശാഫിഈ. ഉമ്മഹാത്തുൽ മുഅ്മിനീൽപ്പെട്ട ഒരു പെണ്ണും ഒരു മഹദിയും ജുമാക്കോ ജമാഅത്തിലോ പങ്കെടുത്തതായി എൻ്റെ അറിവിലില്ല എന്ന് ഇമാമുന ശാഫിഈ. ദശലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഒരു ഉമ്മഹാത്തുൽ മുഅ്മിനീൽപ്പെട്ട ഒരു പെണ്ണ് ജുമാക്കും ജമാഅത്തിനും പങ്കെടുത്തിട്ടില്ല. അപ്പൊ അവര് എവിടുന്ന് നിസ്കരിച്ച്? വീട്ടിൽ നിന്ന്. നിസ്കരിക്കേണ്ട അവിടെ തന്നെയാണ് പെണ്ണുങ്ങൾ. അതേ സമയത്ത് ഒരു പെണ്ണ് ജുമാക്ക് വന്നാൽ അവൾ ളുഹ്ർ നിസ്കാരത്തെ മടക്കേണ്ടതുമില്ല, ദുംബിക്കാണ്. അപ്പൊ സുന്നി വഹാബിയുള്ള പ്രശ്നം എവിടെ? അതൊക്കെ ഇപ്പൊ പറഞ്ഞാൽ തീരുമല്ലോ. ഇവിടെയൊക്കെ പറഞ്ഞാൽ തീരാത്തൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? എന്ത്? ദീനിനെ അവർ ശിദ്ദത്തായി കാണിച്ചു. ദീൻ എന്താണ്? ശിദ്ദത്തല്ല. എന്താണ്? റഹ്മത്താണ്. ദീൻ റഹ്മത്താണ്. ഒരാളെയെങ്കിലും സ്വർഗത്തേക്ക് വലിച്ചിടാൻ നോക്കൂടി, പരമാവധി നരകത്തേക്ക് വലിച്ചിടാൻ നോക്കരുത്. അവിടെയാണ് അവർക്ക് തെറ്റുപറ്റി. ആ തെറ്റിൽ അവർ പൂണ്ട് കിടക്കുക. അത് വലിയ ആപത്ത. അത് സമുദായത്തിന്റെ മാനം കെടുത്തി, സമുദായത്തിന്റെ മുഖം നശിപ്പിച്ചു, സമുദായത്തിന്റെ മുഖത്തെ വെളിച്ചം നശിപ്പിച്ചു. അപ്പൊ ഇവിടെയൊക്കെ ഗൗരവമായി ആ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ത്? ഷിർക്കിനെതിരെ അമ്പിയാക്കൾ യുദ്ധം ചെയ്തു എന്ന വാദം നിരർത്ഥവും 100% വിഡ്ഢിത്തവുമാണ് എന്ന് ഞാൻ വീണ്ടും ഈ ക്ലാസ്സിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു.
അത് 100% തോന്നിയാസാണ്. അമ്പിയാക്കൾ ഷിർക്കിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. അമ്പിയാക്കൾ യുദ്ധം ചെയ്തത് തുഗ്യാനെതിരെയാണ്. മുട്ടാളത്തരം അവിടെ വിടൂല, മുട്ടാളത്തരം വിടൂല. അസ്ഹാബികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഷിർക്കിൽ മനുഷ്യൻ പറഞ്ഞാണ്. മുന്നൊരു മനുഷ്യനെ വാള് കാട്ടിയിട്ട് ഓനെ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ട് ഓൻ്റെ മനസ്സിൽ എന്തുണ്ടാവില്ല? തൗഹീദ് ഉണ്ടാവില്ല. ഒരുത്തൻ വാള് കാട്ടിയപ്പോൾ ഷിർക്ക് പറഞ്ഞുപോയി, അതുകൊണ്ട് തൗഹീദ് നഷ്ടപ്പെടില്ല. ഒരാള് തോക്ക് ചൂണ്ടിയിട്ട് ഷിർക്ക് പറയാനറിഞ്ഞു, അപ്പോൾ ഷിർക്കാണ് പറഞ്ഞു. പടച്ചോൻ ഒന്നല്ല അറിഞ്ഞു, അതുകൊണ്ട് പടച്ചോൻ 4 ആണ് 3 ആണ് 10 ആണ് അറിഞ്ഞു, അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇപ്പൊ വെക്കും വെട്ടിയറും. ദൈവം ഒന്നല്ല എന്ന് പറയാറും, അവൻ പറഞ്ഞു, അതുകൊണ്ട് തൗഹീദ് പോകുമോ? ഇപ്പൊ വെച്ച അല്ലാഹു ഏകനാന്ന് അറിയാറും, അതുകൊണ്ട് തൗഹീദുള്ളവനാവും. അയ്യയ്യേ. അപ്പൊ ആയുധത്തുമ്മേൽ കളിക്കേണ്ടതല്ല തൗഹീദും ശിർക്കും. അമ്പിയാക്കൾ അങ്ങനെ കളിച്ചിട്ടില്ല. എന്നാൽ അമ്പിയാക്കൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്തിനെതിരെ? തുഗ്യാനെതിരെ. തുഗ്യാൻ മുട്ടാളത്തരം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതാണ് കൃഷ്ണൻ ഉപദേശിച്ചത് അർജുനനെ. എവിടെയെല്ലാം ധർമ്മം നഷ്ടപ്പെട്ടോ അവിടെയെല്ലാം ഞങ്ങൾ വരും. എവിടെ ധർമ്മം നഷ്ടപ്പെട്ടോ അവിടെ അമ്പിയാക്കൾ ഇറങ്ങും. ധർമ്മം നഷ്ടപ്പെടാൻ പാടില്ല. ധർമ്മം നഷ്ടപ്പെടാൻ പാടില്ല. അമേരിക്ക ഇപ്പോൾ ചെയ്യുന്ന യുദ്ധം ധർമ്മത്തിനെതിരാണ്. അതുകൊണ്ട് മാനവ മനസാക്ഷി നന്മയുള്ള മുഴുവനും അമേരിക്കയ്ക്ക് ഇപ്പോൾ എതിരാണ്. അത് അധർമ്മമാണ്, അത് തെറ്റാണ്. ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ കാര്യം അവർ തീരുമാനിക്കണം. അവരെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കൊന്നു, ഒരു ന്യായമില്ലാത്ത കൊന്നു. ഈ യുദ്ധക്കളത്തിലല്ല കൊല്ലുന്നത്, അവരവരുടെ വീടുകൾ താമസിക്കുമ്പോൾ കൊന്നു. എന്ത് ന്യായമുള്ളത്? അമേരിക്കൻ പ്രസിഡന്റിനെ കൊന്ന സംഭവം ഇറാന്റെ പ്രസിഡന്റിനെ കൊല്ലുക, അങ്ങനെയുണ്ട്. അപ്പൊ ആ അധർമ്മമാണ്. അധർമ്മത്തിനെതിരെ ലോകം ഒന്നിക്കണം, അല്ലെങ്കിൽ ഒന്നിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഒന്നിക്കും. ഇതന്നെ ഗീതയിലുള്ളത്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതാണ് ഗീതയുടെ ഏറ്റവും മർമ്മപ്പെട്ടൊരു വാക്കതാണ്. തുഗ്യാൻ, അതാണ് തുഗ്യാൻ വിടൂല. മുട്ടാളത്തരം. മനുഷ്യന്മാർക്ക് സ്വന്തമായി ജീവിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് അവനവൻ്റെ പരിസരത്തുള്ളവർ, ഹിന്ദുക്കൾ, മറ്റുള്ളവരെല്ലാവരോടും, ഹിന്ദു സഹോദരങ്ങൾ, അവരോടൊക്കെ നമ്മൾ മാനുഷികമായ ധർമ്മവും സഹകരണവും നിറവേറ്റണം. അതൊന്നും നമ്മളെ മതത്തിനെതിരല്ല. അതാണ് നമ്മളെ മതം പഠിപ്പിച്ച ധർമ്മം. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم اللهم يا حي يا قيوم اللهم يا حي يا قيوم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار